ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് നുണ പറയുന്നു, അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നുണയനാണ് എന്ന് പറയാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. മെക്കിട്ട് കയറാനുള്ള സ്വാതന്ത്ര്യമല്ല, അയാളെ ഡിഫെയിം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. പക്ഷേ ഏറ്റവും ഫെയർ ആയിട്ടുള്ള, ഏറ്റവും സത്യസന്ധമായിട്ടുള്ള വിമർശനം ഉന്നയിക്കാനുള്ള അവകാശം ഈ രാജ്യത്തെ ഓരോ പൗരനുമുണ്ട്. ഇതെല്ലാം ഈ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളാണ്. ഹിന്ദുവിനും ക്രിസ്ത്യനും മുസൽമാനും ഒക്കെ തങ്ങളുടെ മതം വിശ്വസിക്കുമ്പോൾ തന്നെയും അന്യമതത്തോട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹോദര്യത്തിന്റെ സന്ദേശം. അതിന്റെ കടക്കലാണ് BJP ഗവൺമെന്റ് ഇപ്പോൾ കത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് CAA പാസ്സായപ്പോൾ ഇത് മതേതരത്വത്തിന്റെ ലംഘനമാണ്, ആർട്ടിക്കിൾ 14 മനുഷ്യർ എല്ലാവരും ഈ നാട്ടിലെ നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്നതിനെതിരാണ് എന്ന് പറഞ്ഞത്. ഇത് BJPക്ക് അബദ്ധം പറ്റിയ ഒരു നിയമമല്ല. മറ്റ് പല ഗവൺമെന്റുകൾക്കും നിയമം പാസാക്കിയപ്പോൾ ചില അബദ്ധം പറ്റിയതുപോലെ ഈ രാജ്യത്തെ സർക്കാരിനെ പറ്റിയ ഒരു അബദ്ധമല്ല. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകണമെങ്കിൽ BJP ഗവൺമെന്റ് പൗരത്വ നിയമത്തിൽ കൊണ്ടുവന്ന നിരവധിയായിട്ടുള്ള ഭേദഗതികൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ആദ്യമായിട്ടല്ല BJP ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്നത്, ആദ്യമായിട്ടല്ല അവർ ഈ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവരെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ ഇപ്പോഴാണ് ഇതിന്റെ തനിസ്വരൂപം മനസ്സിലായത്. സംഘപരിവാർ 1920 മുതൽ പറയാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കണം എന്നാണ്. ആ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ച VD സവർക്കറാണ് ഇതിന്റെ ഗുരു. ഗാന്ധി വധക്കേസിൽ 9ാം പ്രതി VD സവർക്കർ. ഈ രാജ്യത്തിൻ്റെതാണ് എന്ന് നമ്മൾ കരുതുന്ന എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവൻ എതിർക്കുന്ന ഒരേ ഒരു സംഘടന ഈ രാജ്യത്തുള്ളൂ, അത് സംഘപരിവാറാണ്, RSS ആണ്. 1920 മുതൽ ഈ രാജ്യത്തിൻ്റെതെന്ന് നമ്മൾ കരുതുന്ന സർവസ്വവും അതിന്റെ അഭിമാനപൂരിതമാകുന്ന എല്ലാ സംഗതികളെയും ഉണ്ടാക്കുകയും അന്യരാജ്യ വിദ്വേഷമാണ് ദേശസ്നേഹം എന്ന കള്ളത്തരം ഈ രാജ്യത്തെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കും. ഒറിജിനൽ പഞ്ചാബ് പ്രവിശ്യയും സിന്ധ് പ്രവിശ്യയും പാകിസ്ഥാനിലാണ്. അങ്ങനെ പാകിസ്ഥാനിലെ പഞ്ചാബ്, സിന്ധ് കഴിഞ്ഞ് ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, വങ്ക എന്ന് ബംഗാൾ വരെ എത്തി നിൽക്കുന്ന മാല പോലെയുള്ള പ്രദേശങ്ങളെ നോക്കി നമ്മുടെ ദേശീയഗാനം ഇന്നും പാടുകയാണ്. വെട്ടിമുറിക്കപ്പെട്ട ഒരു രാജ്യം 2 രാജ്യങ്ങളായി വെട്ടിമുറിച്ചിട്ട് പോലും നമ്മുടെ ദേശീയ ഗാനത്തിൽ നാം ദേശസ്നേഹത്തോടൊപ്പം ചേർത്ത് വയ്ക്കുന്നത് ഭാരതത്തിന്റെ ഒറിജിനൽ ഓർമ്മകളെയാണ്. അത് ദേശവിരുദ്ധതയല്ല, അതാണ് ദേശസ്നേഹം. അത് പക്ഷേ സംഘപരിവാറിന് പറ്റില്ല. ത്രിവർണ പതാക, നമ്മൾ ഇവിടെ എല്ലാ സമരത്തിലും കയ്യിലേന്തുന്ന ത്രിവർണ പതാക, നമ്മൾ അഭിമാനപൂർവം നടുക്ക് അശോക ചക്രമുള്ള നമ്മുടെ ത്രിവർണ പതാക, അതിനെയും സംഘപരിവാർ എതിർക്കുന്നു. എന്താ കാര്യം? അതിനകത്ത് 3 കളറുണ്ട്, കാവിയല്ല, അതുകൊണ്ട് എതിർക്കുന്നു. ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളും ആ കൊടിക്കകത്തുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു. പിന്നെ ലോകം ആദരിക്കുന്ന നമ്മുടെ മഹാത്മാഗാന്ധിജിയാണ്. അമേരിക്കയിൽ പോയാൽ നിങ്ങൾക്ക് MG റോഡ് കാണാം, എറണാകുളത്തെ പോലെ നിങ്ങൾക്ക് അമേരിക്കയിൽ പോയാൽ നിങ്ങൾക്ക് MG റോഡ് കാണാം. നിങ്ങൾക്ക് യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ കാണാം. ജനീവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് പോയാൽ അവിടെ കാണാവുന്ന 2 പ്രതിമകളിൽ ഒന്ന് മഹാത്മാഗാന്ധിയുടെയാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മദിവസം ലോകമെമ്പാടും 120-ലധികം രാജ്യങ്ങളിൽ ഐക്യരാഷ്ട്രസഭ സമാധാനത്തിന്റെ, അഹിംസയുടെ ദിനമായി ആചരിക്കുന്നത് ആ ഗാന്ധിജിയോടുള്ള ബഹുമാനം കൊണ്ടാണ്. ആ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് സംഘപരിവാറാണ്. ഗോഡ്സെ എന്നത് ഒരു തോക്കായിരുന്നില്ല. ഗോഡ്സെ എന്നത് VD സവർക്കർ എന്ന തോക്കിൽ നിന്ന് പോയ ഒരു വെറും ഉണ്ട മാത്രമായിരുന്നു എന്ന് കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച ഒരു മലയാള പുസ്തകത്തിൽ അതിമനോഹരമായ ഒരു രാഷ്ട്രീയ വാക്യം ഞാൻ വായിച്ചു, PN ഗോപികൃഷ്ണന്റെ പുസ്തകത്തിൽ. സത്യമല്ലേ? കപൂർ കമ്മീഷൻ മുമ്പാകെ ഗോഡ്സെ കൊടുത്ത മൊഴികൾ, കേസിന്റെ വിചാരണ മൊഴികൾ മുഴുവൻ പരിശോധിച്ചിരുന്നപ്പോൾ പുസ്തക രൂപത്തിൽ ലഭ്യമാണ്. വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഞെട്ടും. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതുപോലെ, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ, മഹാത്മാഗാന്ധിയെ കൊന്നത് പാകിസ്ഥാൻ രൂപീകരിച്ചതിന് ശേഷം 55 ലക്ഷം രൂപ വാക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് വാശി പിടിച്ചതിന്റെ പേരിലോ നിരാഹാരം കിടന്നതിന്റെ പേരിലോ അല്ല. ഗോഡ്സെ പറയുന്നുണ്ട് എങ്ങനെയാ കൊന്നതെന്ന്. ഈ രാജ്യത്തെ ഹിന്ദുക്കളെ സംഘടിപ്പിച്ച് മറ്റ് മതസ്ഥർക്കെതിരെ ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കാൻ ഹിംസാത്മകമായ ഒരു ഹിന്ദുത്വ രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചപ്പോൾ അഹിംസ കുത്തിവെച്ച് ആ ഹിന്ദുത്വത്തെ തകർത്തത് മഹാത്മാഗാന്ധിയാണ്.
മഹാത്മാഗാന്ധിയാണ് ഹിന്ദുക്കളെ അഹിംസാവാദികളാക്കിയത്. ഇതാണ് ഗാന്ധിക്കെതിരായി ഗോഡ്സെ പറയുന്ന ഒന്നാമത്തെ കുറ്റം. ആ ഗോഡ്സെയും ആപ്തയും കൂടി ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി തോക്കുവെടുത്തു പോയി. ഒരു ജനുവരി 30-ന് വെടിവെച്ച് കൊല്ലുന്നു. അതിന് 8 ദിവസം മുമ്പ് കൊല്ലാൻ തീരുമാനിച്ചു ഒരു ക്ഷേത്രത്തിൽ വെച്ച്. നടന്നില്ല, കാരണം കയ്യിലുള്ള തോക്ക് മതിയാവുമായിരുന്നില്ല, പ്ലാനിങ് പോരായിരുന്നു. ബോംബെയിൽ പോയി വി ഡി സവർക്കറിനെ കണ്ടു. സവർക്കറിന്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി പുതിയ തോക്കുമായി ഗാന്ധിയെ കൊല്ലാൻ വന്നു. ഗാന്ധിയെ കൊന്നു. വി ഡി സവർക്കർ പ്രതിയായി ഗാന്ധി കൊലക്കേസിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ വി ഡി സവർക്കറിനെ പിന്നെ നമ്മൾ കാണുന്നത് BJP ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ എവിടെയാണോ ഗാന്ധിജിയുടെ ചിത്രം നമ്മളെ നോക്കി ചിരിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് വി ഡി സവർക്കറിന്റെ പടം ഇവർ വെക്കുകയാണ്. 6 തവണ പരസ്യമായി മാപ്പെഴുതി കൊടുത്ത് ഞാൻ മാത്രമല്ല എൻ്റെ അനുയായികൾ പോലും നിങ്ങൾക്ക് വിടുപണി ചെയ്തു കൊള്ളാം എന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് മാപ്പെഴുതി കൊടുത്ത വി ഡി സവർക്കറിന്റെ പാരമ്പര്യം. ഇവർ ഈ രാജ്യത്തെ ഇങ്ങനെ തച്ചു തകർക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. നോട്ട് നിരോധനം മുതൽ സാമ്പത്തിക തകർച്ച മുതൽ ഇങ്ങോട്ട് ഈ രാജ്യത്തെ ഈ കാളക്കൂറ്റൻ പിഞ്ഞാണക്കടയിൽ കയറിയതുപോലെ എന്ന മട്ടിൽ ഈ ഗവൺമെന്റ് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ചോദിക്കുക, ഈ രാജ്യത്തെ ഇങ്ങനെ നശിപ്പിക്കുമോ ഏതെങ്കിലും ഒരാളുകൾ, മറ്റേതെങ്കിലും ആളുകൾ? ഈ രാജ്യം കെട്ടിപ്പടുത്തതിന്റെ ചോരയിലും വിയർപ്പിലും ഒരു തുള്ളി ചോരയോ ഒരു തുള്ളി വിയർപ്പോ ഇല്ലാത്ത ആളുകൾക്ക് ഈ രാജ്യത്തെ തകർക്കുന്നതിന് യാതൊരു മനസാക്ഷിക്കുത്തും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഈ രാജ്യം അവരുടേതല്ല. അവർ ഈ രാജ്യം കെട്ടിപ്പടുത്തതിൽ ഒരു തുള്ളി രക്തം പോലും പങ്കിട്ടിട്ടില്ല. ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന പുസ്തകത്തിൽ RSSന്റെ സ്ഥാപകൻ നേതാവ് 2 ചെറുപ്പക്കാർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അവരോട് സദാശിവ ഗോൾവാക്കർ പറയുന്നു, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? നിങ്ങൾ എന്തിനാ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പോയി പങ്കെടുക്കുന്നത്? ഞാൻ തമാശ പറയുന്നതല്ല. കുരുക്ഷേത്ര പബ്ലിക്കേഷൻ ഇറക്കിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. RSS പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. നമ്മൾ ആരെങ്കിലും ഇനി കള്ളം പറഞ്ഞൊന്നും വേണ്ട. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിർവഹിച്ചു വന്ന 2 ചെറുപ്പക്കാരോട് RSSന്റെ സ്ഥാപകൻ പറയാണ്, നിങ്ങൾ വേറെ വല്ല പണിയുണ്ടെങ്കിൽ നോക്ക്, കുടുംബത്ത് പോയിരിക്കെ. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ 2 വർഷത്തേക്ക് കുടുംബത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്നത്. അത് ശരി, നിങ്ങൾക്ക് 2 വർഷത്തേക്ക് വീട്ടിലുള്ള എല്ലാ ഉത്തരവാദിത്വം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കൂ. എന്തിനാ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിച്ചുകൊണ്ട് എന്താ കുഴപ്പം? ഈ രാജ്യസ്നേഹം നമ്മളെ പഠിപ്പിക്കുന്ന ആളുകളുടെ പുസ്തകമാണ്, അവരുടെ ആശയമാണ്. അവർ 200 വർഷത്തിലധികം ഈ രാജ്യത്തെ കട്ടുമുടിച്ച ദ്രോഹിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഒരു കൈപ്പടി പോലും ഒരു സംഗതി പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് വിടുപണി ചെയ്യുന്ന ഒറ്റ കൊടുക്കുന്ന പാരമ്പര്യമാണ് ഈ രാജ്യത്തെ സംഘപരിവാറിൻ്റെത്. അതുകൊണ്ട് അവർ ഈ രാജ്യത്തെ മഹാത്മാഗാന്ധിയുടെ കൊലക്കേസിൽ പ്രതിയായ ആളുടെ ചിത്രം സെൻട്രൽ ഹാളിൽ സ്ഥാപിച്ചു. ഇന്നിപ്പോ അമിത്ഷായുടെ പത്രസമ്മേളനങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ചിലർക്കെങ്കിലും കണ്ടു കാണും. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഓഫീസിൽ പോയിട്ടുള്ള MP-മാർ ഇവിടെ പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഗാന്ധിയോടൊപ്പം സവർക്കറുടെ പടവും അവരുടെ മുറികളിലുണ്ട്. ഗോഡ്സെയുടെ പടം എപ്പോൾ കയറും എന്ന് നോക്കിയാൽ മതി. ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് അതിലേക്ക് നിറയൊഴിക്കുന്ന ചിത്രം നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, ഇവിടെ ഇനിയും ആളുകൾ സംസാരിക്കാനുണ്ട്. ഈ നിയമം എത്രമാത്രം അപകടമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. 5-ാം ആർട്ടിക്കിൾ ഭരണഘടനയിൽ ചേർത്തപ്പോൾ ഇന്ത്യയിൽ ജനിച്ച മുഴുവൻ മനുഷ്യരുടേതും ആണ് ഇന്ത്യ, അതുകൊണ്ട് അവർക്ക് പൗരത്വം നൽകണമെന്ന് ഭരണഘടന പറഞ്ഞു. ഏതാ ഇന്ത്യ? 1935 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇന്ത്യ, പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങിയ ഇന്ത്യ. ആ പ്രദേശത്ത് ജനിച്ച മനുഷ്യർ പോലും 1946 ജൂലൈ മാസത്തിന് മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയുടെ ആ ഘട്ടത്തിലെ ഇന്ത്യയിലേക്ക് വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന കുറച്ച് ആളുകളുണ്ട്, അവരുടെ കാര്യത്തിൽ തർക്കം വന്നു. അവിടെയും സംഘപരിവാർ എതിർത്തു. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പറഞ്ഞു, ഒരു തർക്കവും വേണ്ട, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇന്ത്യയിൽ ജനിച്ച ആളുകളെ പോലെ പൗരത്വം കിട്ടും. അന്ന് ബംഗ്ലാദേശ് ഉണ്ടായിട്ടില്ല, 72-ലാണ് പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടാവും. ഡീംഡ് സിറ്റിസൺഷിപ്പ് ഈ ആളുകൾക്കെല്ലാം കിട്ടും. കുറച്ചാളുകൾ ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയി. വലിയ നല്ല മതരാഷ്ട്രമായിട്ട് അവിടെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് അവരുടെ ബന്ധുക്കളൊക്കെ അവിടെയാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോയി. വലിയ കലാപം, 10 ലക്ഷത്തിലധികം മനുഷ്യരെ കൊന്നതിന്റെ പാപക്കറ, ആ ചോരക്കറ ഇപ്പോഴും സംഘപരിവാറുകാരുടെ കയ്യിലുണ്ട്.
അങ്ങനെ വലിയ കൂട്ടക്കൊലയും കൊലപാതകങ്ങളും നടന്നപ്പോൾ പോയ ആളുകളിൽ ചിലർ തിരിച്ചു വന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ രാജ്യത്തിന്റെ ദീർഘകാലത്തേക്കുള്ള ഭരണഘടന ഉണ്ടാക്കാൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കലാപമാണ്, ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുകയാണ്, അവരുടെ ചോരയും ആർത്തനാദവും പുറത്ത് നടക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഭരണഘടനയാണിത്. ആ ഭരണഘടനാ അസംബ്ലിയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, പാകിസ്ഥാനിൽ പോയി തെറ്റുപറ്റിയെന്ന് തോന്നി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾക്ക് പോലും നമ്മൾ പൗരത്വം നൽകണം. അത് മതാടിസ്ഥാനത്തിലല്ല, അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് ഇന്ത്യ ഒരു മാതൃരാജ്യമായി സ്വീകരിച്ച് തുടർന്നും ജീവിക്കാം എന്നുണ്ടെങ്കിൽ വരുന്നവന്റെ മനസാക്ഷി നോക്കി, അവന്റെ വരുന്നതിന്റെ ആവശ്യകത നോക്കി നമ്മൾ അവർക്ക് പൗരത്വം നൽകണം. റെസിഡൻഷ്യൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ റെസിഡൻഷ്യൽ പെർമിറ്റ് ഉള്ള ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകണം. വരുന്നവന്റെ ഉദ്ദേശശുദ്ധി നോക്കണം, ജനിച്ച മതമല്ല നോക്കേണ്ടത്. ഇവിടെ എന്താ നോക്കുന്നത്? ഇവിടെ ജനിച്ച മതമാണ് നോക്കുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന്, 3 രാജ്യങ്ങളിൽ നിന്ന് മതദ്രോഹമോ മതദ്രോഹ ഭീതിയോ കൊണ്ട് ഇന്ത്യയിലേക്ക് 2014 ഡിസംബർ മാസം 31 മുൻപ് വന്നിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകാം എന്നാണ് പറയുന്നത്. പൗരത്വ നിയമം ഉണ്ടാക്കാൻ ആർട്ടിക്കിൾ 11 കൊടുത്ത അധികാരം ഉപയോഗിച്ച് പാർലമെന്റ് 1955 പൗരത്വ നിയമം ഉണ്ടാക്കിയപ്പോൾ 4 തരത്തിൽ മാത്രമേ ഇന്ത്യയിൽ പൗരത്വം ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ 3-ാം വകുപ്പിൽ പറയുന്നത് ഇന്ത്യക്കകത്ത് ജനിച്ച മനുഷ്യരെല്ലാം ഇന്ത്യയിലെ പൗരന്മാരായിരിക്കുമെന്നാണ്. അതിപ്പോ ഇന്ത്യക്കാരനെ ജനിച്ചാലും, ഒരു പാകിസ്ഥാൻകാരനെ ജനിച്ചാലും, ഒരു അമേരിക്കക്കാരനെ ജനിച്ചാലും, ഇന്ത്യൻ മണ്ണിലാണോ ഒരു കൊച്ചു പറഞ്ഞത്, ആ കൊച്ചിന് ഇന്ത്യയിലെ പൗരത്വം കിട്ടും. ഇതായിരുന്നു ഇന്ത്യയിലെ 55 മുതലുള്ള ഇന്ത്യയിലെ പൗരത്വ നിയമം. 3-ാം വകുപ്പ് പ്രകാരം ജന്മനാ കിട്ടുന്ന പൗരത്വം അതാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അതൊരു സർക്കാരിന്റെ ഔദാര്യമല്ല, അതാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല, അത് ജന്മസിദ്ധമാണ്. 4-ാം വകുപ്പ് പ്രകാരം പാരമ്പര്യത്തിലൂടെയുള്ള പൗരത്വം, ഇന്ത്യക്കാരായ ഏതെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ ലോകത്ത് ഏത് രാജ്യത്ത് ജനിച്ചാലും അവരുടെ കൊച്ചിന് ഇന്ത്യയിലെ പൗരത്വം കിട്ടും. അത് പാരമ്പര്യത്തിലൂടെ കിട്ടുന്ന പൗരത്വമാണ്, അത് കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല, അതാർക്കും നിഷേധിക്കാനും കഴിയില്ല. 3-ഉം 4-ഉം വകുപ്പ് കഴിഞ്ഞാൽ 5-ാമത്തെ വകുപ്പിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക്, അത് കല്യാണം കഴിച്ച് വന്നവരാകാം, ബന്ധുബലത്തിൽ വന്നവരാകാം, അല്ലെങ്കിൽ തൊഴിൽപരമായി വന്നവരാകാം, അങ്ങനെ വന്നിട്ടുള്ള ആളുകൾക്ക് 7 വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ കേന്ദ്ര സർക്കാരിന് രജിസ്ട്രേഷനിലൂടെ പൗരത്വം നൽകാൻ ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെട്ടാൽ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ പൗരത്വം നൽകാം. അത് കേന്ദ്ര സർക്കാരിന്റെ ഓപ്ഷനാണ്, അതാരുടെയും ജന്മാവകാശമല്ല. 5-ാം വകുപ്പിലെ രജിസ്ട്രേഷനിലൂടെയുള്ള പൗരത്വം കിട്ടണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം. നമ്മുടെ സോണിയാഗാന്ധിക്കൊക്കെ കിട്ടിയിരിക്കുന്ന പൗരത്വം രജിസ്ട്രേഷനിലൂടെയുള്ള പൗരത്വമാണ്. അവർ ഇന്ത്യയിൽ ജനിച്ചവരല്ല, ഇന്ത്യയുടെ പൗരന്മാരുടെ മക്കളായിട്ട് ജനിച്ചതുമല്ല, അവർക്ക് രജിസ്ട്രേഷനിലൂടെ പൗരത്വം കിട്ടിയതാണ്. 6-ാം വകുപ്പ് പ്രകാരം നാച്ചുറലൈസേഷനിലൂടെ പൗരത്വം കിട്ടും. 11 വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ ഏത് വിദേശിയാണെങ്കിലും തുടർന്ന് അങ്ങോട്ട് ഇന്ത്യയിലാണ് കഴിയാൻ പോകുന്നത്, എനിക്ക് പൗരത്വം വേണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്താൽ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ പൗരത്വം കൊടുക്കാം. 11 വർഷം കാലാവധി. നമ്മുടെ കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ വന്ന ഒരു വിദേശ വനിതയ്ക്ക് ഉൾപ്പെടെ നമുക്ക് പൗരത്വം കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിലൊന്നും പെടാത്തൊരു വിഭാഗമുണ്ട്, അത് നുഴഞ്ഞു കയറ്റക്കാരാണ്. ഈ രാജ്യത്ത് പാസ്പോർട്ടും വിസയും ഇല്ലാതെ നുഴഞ്ഞു കയറി വന്നിട്ടുള്ള ആളുകൾക്ക് ഈ രാജ്യത്ത് ഒരു 100 വർഷം താമസിച്ചാലും പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയില്ല. കാരണം അവർ ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്, അവർ നുഴഞ്ഞു കയറി വന്ന ആളുകളാണ്. അതല്ലാത്ത ആളുകൾക്ക് മുഴുവൻ പൗരത്വം കൊടുക്കാൻ, 2 തരത്തിലുള്ള പൗരത്വം കൊടുക്കാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട്. ജന്മസിദ്ധമായും പാരമ്പര്യമായും കിട്ടിയ പൗരത്വം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. രജിസ്ട്രേഷനിലൂടെയും നാച്ചുറലൈസേഷനിലൂടെയും കിട്ടിയ പൗരത്വം വേണമെങ്കിൽ 9-ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. എന്നാൽ നുഴഞ്ഞു കയറി വന്ന ആളുകൾക്ക് ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കാൻ പറ്റില്ല. BJP ഗവൺമെന്റ് 2003-ൽ വാജ്പേയി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് 3-ാം വകുപ്പിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി പറയുന്നത് ഇന്ത്യയിൽ ജനിക്കുന്ന ആളുകൾക്കെല്ലാം പൗരത്വം കിട്ടില്ല, അച്ഛനും അമ്മയും ആരാണെന്ന് തെളിയിക്കണം, ആ 2 പേരും ഇന്ത്യയിൽ നുഴഞ്ഞു കയറി വന്നവരല്ല എന്ന് തെളിയിക്കണം, അതിലൊരാൾ ഇന്ത്യൻ പൗരനാണ് എന്നും തെളിയിക്കണം. എന്നാൽ മാത്രമേ 2004 ജനുവരി മാസം 7-ാം തീയതിക്ക് ശേഷം ഇന്ത്യയിൽ പൗരത്വം കിട്ടുള്ളൂ. എന്തൊക്കെയാ തെളിയിക്കേണ്ടത്? അച്ഛനാര് അമ്മയാര് എന്ന് തെളിയിക്കണം. അച്ഛനും അമ്മയും ഇന്ത്യയിൽ നുഴഞ്ഞു കയറി വന്നവരല്ല എന്ന് ഈ കുട്ടി തെളിയിക്കണം, അതിലൊരാൾ ഇന്ത്യൻ പൗരനാണ് എന്നും തെളിയിക്കണം. അച്ഛനാര് അമ്മയാര് എന്ന് തെളിയിക്കാൻ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ബഹുഭൂരിപക്ഷം പേർക്കും സാധിക്കും, പക്ഷെ അനാഥർക്ക് സാധിക്കില്ല. നമ്മുടെ നാട്ടിൽ അമ്മത്തട്ടിലുണ്ട്, ഉപേക്ഷിച്ചു പോകുന്ന കുട്ടികൾ വളരുന്ന സ്ഥലം, അനാഥ മന്ദിരങ്ങളുണ്ട്. അവിടെ ജനിച്ച കുട്ടികൾക്കാർക്കും അച്ഛനാര് അമ്മയാരും തെളിയിക്കാൻ പറ്റത്തില്ല. സാംസ്കാരിക സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ട് പലർക്കും കൃത്യമായി അച്ഛനാര് അമ്മയാര് എന്ന് പറയാൻ പറ്റില്ല. ഉപേക്ഷിച്ചു പോയ കുട്ടികളുണ്ടാവും, തെരുവിൽ വളരുന്ന കുട്ടികളുണ്ടാവും.
അവർക്കൊന്നും 2004 ജനുവരി മാസം 7-ാം തീയതിക്ക് ശേഷം പൗരത്വം കിട്ടില്ല. BJP ഗവൺമെന്റ് 2003 ഭേദഗതി പ്രകാരം. പ്രശ്നം അവരുടെയല്ലേ? അതുകൊണ്ട് നമ്മളാരും പ്രതികരിച്ചില്ല ഇതുവരെ. അച്ഛനും അമ്മയും നുഴഞ്ഞു കയറി വന്നവരല്ല എന്ന് തെളിയിക്കണം. പൗരത്വം തെളിയിക്കാനുള്ള ബാധ്യത 2003 മുൻപ് സർക്കാരിൻ്റെതായിരുന്നെങ്കിൽ അതിനുശേഷം അത് പൗരന്മാരുടേതായി മാറി. എന്താ പ്രധാനപ്പെട്ട വ്യത്യാസം? ഞാനിപ്പോൾ ഇവിടെ വന്ന് 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഈ പ്രദേശത്ത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ശത്രുതയുള്ള ആരെങ്കിലും ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്താൽ പോലീസിന് വേണേൽ എന്നെ ആ കേസിൽ പ്രതിയാക്കാം. പക്ഷെ പോലീസ് അത് സംശയാതീതമായി കോടതിയിൽ തെളിയിക്കുന്നത് വരെ ഞാൻ നിരപരാധിയാണ്. കുറ്റം തെളിയിക്കേണ്ട ബാധ്യത ആ കുറ്റം ആരോപിക്കുന്ന പ്രോസിക്യൂഷനും സർക്കാരിനുമാണ്. അതുവരെ പൗരന്മാർ തെളിവ് ബാധ്യത ഇല്ലാത്ത ആളുകളാണ്. പൗരത്വത്തിന്റെ കാര്യത്തിൽ 2003 ശേഷം ഇന്ത്യയിൽ അത് തെളിയിക്കേണ്ട ബാധ്യത എന്റെയും നിങ്ങളുടേതായി മാറി. പൗരത്വം തെളിയിക്കാത്ത മനുഷ്യരെല്ലാം വിദേശികളാണ് എന്ന നിയമം കൊണ്ടുവന്നു. ഫോറിനേഴ്സ് ആക്ടിന്റെ 1946 ഫോറിനേഴ്സ് ആക്ടിന്റെയും പാസ്പോർട്ട് ആക്ടിന്റെയും കീഴിൽ അല്ലാത്ത ആളുകൾ നുഴഞ്ഞുകയറ്റക്കാരാണ് എന്ന പ്രിസംഷൻ കൊണ്ടുവന്നു. അടുത്ത ഭേദഗതി 14A എന്ന് പറയുന്ന പുതിയ വകുപ്പ് എഴുതി ചേർത്തു. ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ഒരു ID കാർഡ് ഉണ്ടായിരിക്കണം പൗരന്മാർക്ക്. ആ ID കാർഡിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൗരത്വ പട്ടിക തയ്യാറാക്കണം. ആ പൗരത്വ പട്ടിക തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് അതിന്റെ അവകാശം വിട്ടുകൊടുത്തു. 2003 കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന ചട്ടപ്രകാരം ഇന്ത്യയിൽ ഓരോ പ്രദേശത്തും ഓരോ ലോക്കൽ രജിസ്റ്റർ തയ്യാറാക്കും. 6 മാസമായി താമസിക്കുന്ന ആളുകളുടെ പട്ടിക. അങ്ങനെ താമസിക്കുന്ന ആളുകളുടെ ലോക്കൽ രജിസ്റ്റർ തയ്യാറാക്കി ജില്ലാതലത്തിൽ അത് തയ്യാറാക്കി അത് ദേശീയ തലത്തിൽ ഉണ്ടാക്കും. അതിന്റെ പേരാണ് പോപ്പുലേഷൻ രജിസ്ട്രി അഥവാ NPR. ഈ NPR-നകത്ത് പൗരത്വം സംശയമുള്ള ആളുകളുടെ പേരിന് നേരെ D എന്ന് മാർക്ക് ചെയ്താൽ അവർ സംശയമുള്ള പൗരത്വത്തിനുടമയാണ്, ഡിസ്പ്യൂട്ടഡ് സിറ്റിസൺസ് ആണ്. ഈ ഡിസ്പ്യൂട്ടഡ് സിറ്റിസൺസിന്റെ വീട്ടിലേക്ക് ഒരു നോട്ടീസ് വരും, നിങ്ങൾ പൗരത്വം തെളിയിച്ചു കൊള്ളണം. എങ്ങനെയാ ഇവർ D എന്ന് മാർക്ക് ചെയ്യുന്നത്? അതിന് യാതൊരു മാനദണ്ഡവും ഇല്ല, അത് അവർ തീരുമാനിക്കും. അച്ഛൻ്റെ അമ്മയുടെയും ജനിച്ച സ്ഥലം കൃത്യമായി ഇന്ത്യയല്ല, സ്കൂളിൽ ചേർത്തപ്പോൾ ഉള്ള സർട്ടിഫിക്കറ്റിനകത്തുള്ള ഡേറ്റും യഥാർത്ഥ ഡേറ്റ് ഓഫ് ബർത്തും 2ആണ്. സർട്ടിഫിക്കറ്റിലെ പേരിനകത്തും അല്ലാത്ത മറ്റു പേരുകളിലും പാസ്പോർട്ടിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഏത് കുറ്റവുമാകാം. ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ ഇന്ത്യൻ പൗരനല്ല എന്ന് തോന്നിയാൽ പേരിന് നേരെ D എന്ന് മാർക്ക് ചെയ്താൽ ഡിസ്പ്യൂട്ടഡ് സിറ്റിസൺസ് ആയി. തെളിയിക്കേണ്ട ബാധ്യത എന്റെയും നിങ്ങളുടെയുമായി. തീർന്നില്ല. ആർക്കും ഇയാൾ ഒരു ഇന്ത്യൻ പൗരനാകാൻ പാടില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ആമ്പിള്ളേരും പെമ്പിള്ളേരും മതം മാറി ഒളിച്ചോടിപ്പോയാൽ 30 ദിവസം നോട്ടീസ് ഇട്ട് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം. അപ്പോൾ ഈ ഓഫീസിന് മുമ്പിൽ ഒരു ബോർഡ് ഇടും, ആർക്കെങ്കിലും ഇവർ കല്യാണം കഴിക്കുന്നതിൽ എതിർപ്പുണ്ടോ പരാതിയുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ എല്ലാ പരാതിയും കൊടുക്കാൻ പറ്റില്ല. ഇവർ തമ്മിൽ ഒരു പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, ഏതെങ്കിലും ഒരു അച്ഛൻ്റെയോ അമ്മയുടെയോ മക്കളാണോ, അല്ലെ അടുത്ത ബന്ധുക്കളുടെ മക്കളാണോ, അല്ലെങ്കിൽ നേരത്തെ ഇവരിൽ ആരെങ്കിലും ഒരാൾ കല്യാണം കഴിച്ചത് മറച്ചു വെച്ചാണ് ഈ കല്യാണം നടത്തുന്നത് തുടങ്ങിയ 2-3 എതിർപ്പുകൾ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഇതങ്ങനെയല്ല. പൗരൻ, ഇയാൾക്ക് പൗരത്വം കൊടുക്കാൻ പാടില്ല എന്ന് ഏത് കാരണം വെച്ച് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പരാതിപ്പെടാം. ഇപ്പം ഞാനാണ് പട്ടികയിൽപ്പെടുന്നതെങ്കിൽ എന്നോട് വിരോധമുള്ള സകല മനുഷ്യർക്കും എനിക്കെതിരായി പരാതിപ്പെടാം. ഇതെല്ലാം തെറ്റാണെന്ന് തെളിയിച്ച് എൻ്റെ പൗരത്വം സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെയാണ്. അങ്ങനെ തെളിയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ NRC എന്ന് പറയുന്ന ഈ രാജ്യത്തെ പൗരത്വ പട്ടികയിലേക്ക് എനിക്ക് കയറാൻ പറ്റുകയില്ല. ഇല്ലെങ്കിൽ എൻ്റെ സ്ഥാനം പുറത്താണ്. തെളിയിച്ചാൽ എനിക്ക് NRC പട്ടികയിലേക്ക് കയറാം. ഇതാണ് ആസാമിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടക്കുന്നത്. സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കുറ്റമല്ല എന്ന് BJP ഗവൺമെന്റ് പറയുന്നുണ്ട്. എന്നാ BJPക്ക് ഈ ആക്ട് അങ്ങ് പിൻവലിച്ചാൽ പോരെ? സുപ്രീം കോടതി പറഞ്ഞോ NRC ഈ രാജ്യത്ത് എല്ലായിടത്തും നടപ്പാക്കിയേ പറ്റൂവെന്ന്? ആസാമിൽ NRC നടപ്പാക്കാൻ സുപ്രീം കോടതിയിൽ ഒരാൾ കേസ് പോയി. ഈ രാജ്യത്തുള്ള നിയമം നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിലെന്താ തെറ്റ്? നിങ്ങൾക്ക് ഈ നിയമത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് നടപ്പാക്കുന്നതിൽ എന്താ കുഴപ്പം? ഈ രാജ്യത്ത് പൗരത്വ പട്ടിക ഉണ്ടാക്കുന്നതിന് ഒരാളും എതിരല്ല. ആരാ എതിരുള്ളത്? ഈ രാജ്യത്ത് പൗരത്വ പട്ടിക ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കട്ടെ. തെളിയിക്കാനുള്ള ബാധ്യത പൗരന്മാരുടെ തലയിൽ വെച്ചു കൊടുക്കുമ്പോൾ ഏത് രേഖ പ്രകാരമാണ് പൗരത്വം തെളിയിക്കേണ്ടത് എന്നെങ്കിലും പറയാനുള്ള മിനിമം ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരു ബസ്സിലെ യാത്രക്കാരാണെന്ന് നിങ്ങൾ വിചാരിച്ചാണ്. ഞാനും നിങ്ങളും ബസ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ഈ ബസ്സിനകത്തുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെക്കർ കയറുകയാണ്. എന്നിട്ട് പറയാൻ ടിക്കറ്റ് ഇല്ലാത്ത മുസ്ലിങ്ങളൊക്കെ പുറത്തു പോകണം. എങ്കിലും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വോട്ടേഴ്സ് ID കാർഡോ അല്ലെങ്കിൽ രേഖകളോ ഇല്ലെങ്കിൽ തിരിച്ചു പോകാൻ പറയും. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ തിരിച്ചു പോയ സന്ദർഭമുണ്ട്. തെളിവ് ബാധ്യത അവിടെ പൗരന്റെയാണ്.
പക്ഷേ അത് തെളിയിക്കുന്നതിന് മുമ്പ് വോട്ടർമാർക്കെല്ലാം വോട്ടേഴ്സ് ID കാർഡ് കൊടുത്തിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങളോട് വോട്ടേഴ്സ് ID കാർഡ് ചോദിക്കുന്നത്. ഡ്രൈവിംഗ് അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഈ നാട്ടിലുണ്ട്. അങ്ങനെ എന്റെയും നിങ്ങളുടെയും പോക്കറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പോലീസോ RTO കൈ കാണിച്ച് എവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ചാൽ നമ്മൾ കാണിക്കാൻ ബാധ്യത നമ്മുടെയാണ്, തെളിവ് ബാധ്യത നമ്മുടെയാണ്. കാരണം ആദ്യം നമ്മളിത് പോക്കറ്റിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. പൗരത്വം തെളിയിക്കാനുള്ള രേഖ എന്റെയും നിങ്ങളുടെയും വീടുകളിൽ എത്തിച്ചതിന് ശേഷമാണോ എന്നോടും നിങ്ങളോടും പൗരത്വം തെളിയിക്കാൻ പറയുന്നത്? അല്ല. ഈ ബസ്സിൽ ചെക്കർ മാത്രമേ കയറിയിട്ടുള്ളൂ, കണ്ടക്ടർ കയറിയിട്ടില്ല. പക്ഷേ ടിക്കറ്റ് എടുക്കാത്ത ആര് പുറത്തു പോകണം എന്ന കാര്യത്തിൽ ചെക്കർ തീരുമാനമെടുത്തു കഴിഞ്ഞു. കളി തുടങ്ങുന്നതിന് മുമ്പ് ചുമപ്പ് കാർഡ് ആരെ കാണിക്കണം എന്നിവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ രാജ്യത്തെ വർഗീയമായി വിഭജിക്കുന്ന, മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കുന്ന നിയമ ഭേദഗതിയിലേക്ക് ഇവർ വന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. 2003 ഭേദഗതികളെല്ലാം ചെയ്തു. NPR ഈ രാജ്യത്ത് നടപ്പായി. ഗവൺമെന്റിന്റെ സബ്സിഡികൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്ന് തീരുമാനിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആധാർ ഇവർ NPR-മായി ലിങ്ക് ചെയ്തു. NPR-ന്റെയും ആധാറിന്റെയും ഡേറ്റാബേസ് ഒന്നാണ് എന്ന് 2015 മുതൽ പറയുന്ന ആളുകൾ തെറ്റാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ പൊളിഞ്ഞു. കഴിഞ്ഞ മാസം ആധാറിന് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ പറഞ്ഞു NPR-ന്റെയും ആധാറിന്റെയും ഡാറ്റാബേസ് ഒന്നാണ്. എന്താ ചെയ്യുന്നത്? പൗരത്വവുമായി ഒരു ബന്ധവുമില്ലാതെ തയ്യാറാക്കപ്പെട്ട ഒരു പ്രോസസ്സിൽ നിന്ന് ഡാറ്റ സ്വീകരിച്ച്, പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ചു വെച്ചത് സ്വീകരിച്ച് അത് പൗരത്വ നിയമത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചപ്പോൾ രാജീവ് ധവാൻ ഉൾപ്പെടെയുള്ള സീനിയർ അഭിഭാഷകർ പറഞ്ഞു ഈ ഡാറ്റ പ്രൊട്ടക്റ്റഡ് അല്ല, ഇത് സംരക്ഷിക്കപ്പെടണം. ഈ വിവരങ്ങൾ പൗരന്മാർ കൊടുത്തിരിക്കുന്നത് മറ്റുദ്ദേശങ്ങൾക്കാണ്, ഈ രാജ്യത്ത് ചില നല്ല കാര്യങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അത് തെറ്റായി ഉപയോഗിക്കാൻ പാടില്ല, ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി സീനിയർ അഭിഭാഷകൻ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന KK വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് ഈ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വലിയ മതിൽ പണിതിട്ടുണ്ട് എന്നാണ്. ആ ആധാറിൽ കിട്ടിയ ഡാറ്റാബേസ് ഇവർ NPR-ന് വേണ്ടി ഉപയോഗിക്കുകയാണ്. എല്ലാ 10 വർഷം കൂടുമ്പോഴും ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും കണക്കെടുപ്പ് നടത്തുന്ന സെൻസസിനകത്തേക്ക് NPR നുഴഞ്ഞു കയറ്റിക്കൊണ്ട് ഇവർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2015 വാജ്പേയി ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇവർ ആദ്യത്തെ ഭേദഗതി കൊണ്ടുവന്നു പാസ്പോർട്ട് നിയമത്തിൽ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അവിടെ ആ രാജ്യങ്ങൾക്കൊക്കെ മതമുണ്ട് ഔദ്യോഗികമായിട്ട്. ആ ഔദ്യോഗിക മതമുള്ള ഭരണഘടനയിലുള്ള രാജ്യങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് കുറെ ആളുകൾ 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാസ്പോർട്ട് നിയമത്തിന്റെയും ഫോറിനേഴ്സ് നിയമത്തിന്റെയും ശിക്ഷകളിൽ നിന്ന് അവരെ വിടുതൽ ചെയ്യുന്നു എന്ന് 2015 സെപ്റ്റംബർ മാസം 7-ാം തീയതി ഒരു ഭേദഗതി കൊണ്ടുവന്നു. എന്താ ഏറ്റവും ലളിതമായി ചോദിച്ചാൽ 2014 ഡിസംബർ മാസം 30-ാം തീയതി പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഒരു രാമനും ഒരു ജോസഫും ഒരു മുഹമ്മദും ഇന്ത്യയിലേക്ക് വരുന്നു, പാസ്പോർട്ടും വിസയും ഇല്ലാതെ, അവിടെ ജീവിക്കാൻ പറ്റാതെ. അതിർത്തിയിൽ വെച്ച് പട്ടാളം പിടിക്കുന്നു, അവരെ പോലീസിനെ ഏൽപ്പിക്കുന്നു, അവർ ജയിലിലാവുന്നു. 2015 ജനുവരി മാസം 1-ാം തീയതി മുതൽ അവർ ജയിലില്ല, 3 പേരും. എന്താ കാര്യം? പാസ്പോർട്ടും ഇല്ല, വിസയും ഇല്ല, നുഴഞ്ഞു കയറി വന്നവരാ. 8 മാസം കഴിഞ്ഞ് സെപ്റ്റംബർ മാസം 8-ാം തീയതി രാവിലെ രാമനും ജോസഫിനും തന്റെ മതം തെളിയിച്ചാൽ ജയിലിൽ നിന്ന് പുറത്തു പോവാം. മുഹമ്മദ് ജയിലിനകത്ത് തുടരും. കാരണം പാസ്പോർട്ട് നിയമത്തിനകത്തെ ശിക്ഷാ കാലാവധിയിൽ നിന്ന്, ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 6 മതവിഭാഗത്തിൽ മുഹമ്മദിന്റെ മതമില്ല. ആയുഷ്കാലം പള്ളിയിൽ പോകാത്ത ഒരാളാണ് ഈ മുഹമ്മദ് എന്ന് സങ്കല്പിക്കുക. അച്ഛനും അമ്മയ്ക്കും, ഇസ്ലാമായ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ മുഹമ്മദ് പക്ഷേ യുക്തിവാദിയായി പള്ളിയിൽ പോയിട്ടില്ല. കാര്യമില്ല. മുഹമ്മദ് ജനിച്ച മതം ഈ 6 മതവിഭാഗത്തിൽപ്പെട്ട എക്സംഷൻ ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് മുഹമ്മദ് അപ്പോഴും ജയിലിൽ തന്നെ കിടക്കും. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സന്ദേഹമുള്ള ഒരു വിഭാഗമുണ്ട്. അവർ ദൈവം ഉണ്ടെന്നും പറയത്തില്ല, ഇല്ലെന്നും പറയത്തില്ല. അതിൽപ്പെട്ടയാളാണെങ്കിലും മുഹമ്മദ് ജയിലിൽ തന്നെ കിടക്കും. കാരണം മുഹമ്മദ് ജനിച്ച മതം ഇതിനകത്ത് എക്സംഷൻ ലിസ്റ്റിലില്ല. പുറത്തിറങ്ങിയ ജോസഫിനും പുറത്തിറങ്ങിയ രാമനും ഇന്ത്യയിൽ ഒരു കാലത്തും പൗരത്വത്തിന് അപേക്ഷിക്കാൻ പറ്റില്ല. കാരണം അവർ നുഴഞ്ഞുകയറ്റക്കാരാണ്. അങ്ങനെ പുറത്തിറങ്ങിയ 2 പേർക്കും പൗരത്വം കൊടുക്കാൻ 2019 പൗരത്വ നിയമത്തിന്റെ അകത്ത് 2-ാം വകുപ്പിൽ ആരാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്നുള്ളതിൽ ഭേദഗതി കൊണ്ടുവരുന്നു. എന്തിനാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും തെരഞ്ഞെടുത്തത്? ഇന്ത്യയുടെ ഭാഗമായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും.
ഇന്ത്യയുടെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്ത രാജ്യങ്ങളാണ്. അതുകൊണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും തെരഞ്ഞെടുക്കുന്നു. കാരണം പറഞ്ഞത്, പ്രാദേശികമായി നിലനിൽക്കുന്ന രാജ്യങ്ങൾ, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, ഒരു മതം അവരുടെ ഔദ്യോഗിക മതമായി സ്വീകരിച്ച രാജ്യങ്ങൾ, അവിടെ മതദ്രോഹം നിലനിൽക്കുന്നതുകൊണ്ട് അവരുടെ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യ സ്വീകരിക്കുന്നു എന്നാണ്. മറ്റ് രാജ്യങ്ങളുണ്ടല്ലോ, ശ്രീലങ്ക ഇന്ത്യയുടെ പരിസരത്താണ്, അവിടെ ഔദ്യോഗിക മതം ബുദ്ധിസമാണ്, അവിടെ ആളുകളെ പീഡിപ്പിക്കുന്നുണ്ട്, അവർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ തമിഴ് നാട്ടിൽ താമസിക്കുന്ന തമിഴ് ഈലം വംശജർ, ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അവിടുന്ന് പീഡിപ്പിക്കപ്പെട്ടു വന്ന ആളുകളാണ്, അവർക്ക് പൗരത്വം വേണ്ട. ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം ബുദ്ധിസ്റ്റ് രാജ്യമാണ്, വജ്രായന ബുദ്ധിസം. അവിടെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ നിന്ന് ക്രിസ്ത്യാനികൾ മതപരമായ പീഡനം ഏറ്റുവാങ്ങി ഇന്ത്യയിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നത് നമുക്ക് കാണാം. അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല. മ്യാൻമറിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികൾ, അവർക്കും ഈ നിയമം ബാധകമല്ല. 2016 ജൂലൈ മാസമായപ്പോൾ, ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ, അഫ്ഗാനിസ്ഥാൻ എന്ന പേര് കൂടി ഇതിനകത്തേക്ക് എഴുതി ചേർക്കുന്നു. എന്താ കാര്യം? അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നോ അഫ്ഗാനിസ്ഥാൻ? അല്ല. വല്ല ചെങ്കിസ് ഖാനും ഭരിച്ചിരുന്ന കാലത്തായിരിക്കും. ഏതായാലും സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗവുമായിരുന്നില്ല. പിന്നെ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഇപ്പൊ അതിർത്തി പങ്കിടുന്നുണ്ടെന്ന ചോദ്യത്തിന് പോലും പാർലമെന്റിൽ കൃത്യമായ ഉത്തരം അമിത്ഷാ പറഞ്ഞില്ല. കാരണം അത് പാക് അധീന കശ്മീരിന്റെ ഭാഗമാണ്. പിന്നെന്തിനാ അഫ്ഗാനിസ്ഥാൻ ഇതിന്റെ കൂടെ ചേർക്കുന്നത്? പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന് പാടുമ്പോൾ ആ പാട്ടൊന്ന് ക്ലിയർ ആയിട്ട് പാടണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എന്നുകൂടി വേണം. കാരണം അപ്പം മാത്രമേ മതരാഷ്ട്രങ്ങളുടെ ഒരു നിര ഉണ്ടാവുകയുള്ളൂ, മുസ്ലിം മതരാഷ്ട്രങ്ങളുടെ ഒരു നിര ഉണ്ടാവുകയുള്ളൂ. താലിബാൻ എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്കൊരു ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ ആളുകളിലേക്ക് BJPക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഈ രാജ്യങ്ങളിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ദ്രോഹം നിലനിൽക്കുന്നത്? അല്ല. മലാല യൂസഫ് ഷാ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് താലിബാൻ അവരെ കൊല്ലാക്കൊല ചെയ്തത്. അവർ ആ രാജ്യം വിട്ടോടി. അവരൊരു മുസ്ലിമായിരുന്നു. ബംഗ്ലാദേശിൽ ലജ്ജ എന്ന നോവൽ എഴുതിയതിന്റെ പേരിൽ തസ്ലിമ നസ്റിന് അപകടപ്പെട്ടു, അവരുടെ ജീവൻ ഭീഷണിയായി. ഇന്ത്യയിൽ ഒരു പള്ളി പൊളിച്ചപ്പോൾ, ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ, അതിന്റെ പേരിൽ ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിൽ ബംഗ്ലാദേശിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്ന ഒരു സ്ത്രീയാണ്, എഴുത്തുകാരിയാണ് തസ്ലിമ നസ്റിൻ. അവരൊരു ഇസ്ലാമിക സ്ത്രീയായിരുന്നു. എത്ര എഴുത്തുകാരുടെ പേര് വേണം, എത്ര സാംസ്കാരിക പ്രവർത്തകരുടെ പേര് വേണം, എത്ര കവികളുടെയും എത്ര സംഗീതജ്ഞരുടെയും പേര് വേണം. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ ഓടിപ്പോകേണ്ടി വന്ന ആളുകൾ. എന്തിനധികം പറയുന്നു? രാവിലെ തന്റെ സുഹൃത്തായിട്ടുള്ള ശ്രീലങ്കൻ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പിറ്റേ ദിവസം തിരിച്ചു വരുമ്പോൾ കാണുന്നത് തന്റെ പ്രധാനമന്ത്രി കസേരയിൽ പട്ടാളം ഇരുന്ന് ഭരിക്കുന്നതാണ്. പ്രധാനമന്ത്രിയെ ജയിലിലേക്ക് അയച്ചു. അതാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന ജനാധിപത്യം. ആ സ്ഥലത്തെ ദ്രോഹത്തെ പറ്റിയാണ് ഇവർ നമ്മളോട് പറയുന്നത്. എല്ലാ തരത്തിലുള്ള മനുഷ്യരും മതത്തിന്റെ പേരിലും അല്ലാതെയും പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചിക്കാഗോ പ്രസംഗത്തിൽ മഹാനായിട്ടുള്ള, ലോകമെമ്പാടും ആദരിക്കുന്ന ഹിന്ദു സന്യാസിയായിട്ടുള്ള വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, അതിന്റെ 6ാമത്തെ വരിയിൽ പറഞ്ഞത്, ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും എല്ലാ മതവിഭാഗത്തിലും പെട്ട അഭയാർത്ഥികൾക്ക് അഭയമരുളുന്ന രാജ്യമാണ് എൻ്റെ രാജ്യമെന്ന് എനിക്ക് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് എന്ന്. ചിക്കാഗോ പ്രസംഗത്തിലെ വാചകമാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന എല്ലാ മതത്തിലും പെട്ട അഭയാർത്ഥികൾക്ക് അഭയമരുളുന്ന നമ്മുടെ രാജ്യം. ഇതാണ് ഈ രാജ്യത്തിന്റെ സംസ്കാരം. ആ വിവേകാനന്ദ സ്വാമിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഇവർ ഈ രാജ്യത്തെ കലാപകലുഷിതമാക്കി മാറ്റാൻ തേരോട്ടം നടത്തിയതും ഇപ്പോൾ വോട്ട് പിടിക്കുന്നതും. അങ്ങേര് ജീവിച്ചിരുന്ന ഇവരെ കല്ലെടുത്തെറിഞ്ഞാൽ. വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനെയാണ് ഇവർ ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 ഭേദഗതിക്ക് ശേഷം 3 രാജ്യങ്ങളിൽ നിന്ന് വന്ന 6 മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ശിക്ഷാ കാലാവധിയിൽ നിന്ന് ഇളവ്. മുസ്ലിങ്ങൾക്കും പേരിന് ജൂതർക്കും ഇതിനകത്ത് ഇളവില്ല. അടിസ്ഥാന തത്വമാക്കിയാൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ, ഈ രാജ്യത്തെ ദളിതരെ, ഈ രാജ്യത്തെ ആദിവാസികളെ പച്ചയ്ക്ക് കത്തിക്കുന്ന സംഘപരിവാറിന്റെ മതമേതാ? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ ഒറ്റ ഹിന്ദുവിനെ ഇവിടെ ഒരു പരിപാടിക്ക് അടുപ്പിക്കാൻ പാടില്ല. കാരണം ഇവർ ചെയ്യുന്ന വൃത്തികേടുകൾ മുഴുവൻ അവർ ജനിച്ച മതം പേരണം എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഒറ്റ ഹിന്ദുവിന് ഈ രാജ്യത്തിന്റെ വഴിയിലൂടെ തലയുയർത്തി നടക്കാൻ പറ്റാത്ത പണിയാണ് ഇവർ ചെയ്യുന്നത്. നിങ്ങൾ ഒരു ക്രിമിനൽ ചെയ്യുന്ന ആക്ടിവിറ്റി അതിന്റെ മതത്തോട് ചേർത്ത് വെക്കുന്നത് എന്തിനാണ്? മനുഷ്യരെ വിഭജിക്കാൻ. എന്തിനാ വിഭജിക്കുന്നത്? അത് പറയാതെ പോകുന്ന സമരങ്ങളാണ് പലതും. എന്തിനാ ഈ CAA കൊണ്ടുവരുന്നത്? ഈ ആളുകളെ മുഴുവൻ തടങ്കൽ പാളയത്തിൽ അടച്ച് ഇവർക്ക് എല്ലാ കാലത്തും ഭരിക്കാന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. അങ്ങനെ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരെ തടങ്കൽ പാളയത്തിൽ അയക്കാൻ പറ്റില്ല എന്ന് ഈ രാജ്യത്തെ നമുക്ക് ബോധ്യമുള്ളതിനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദിക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ഇവർ പണിതാൽ തീരുന്ന തടങ്കൽ പാളയത്തിലൊന്നും തീരുന്ന ആളുകളല്ല ഇവിടെ ഉള്ളത്. അത്രയും ജനസംഖ്യയല്ല ഉള്ളത്. കയറാനും പോകുന്നില്ല.
പോലീസോ പട്ടാളോ ഉപയോഗിച്ച് ഈ രാജ്യത്ത് ഈ നിയമം നടപ്പാക്കാനും കഴിയില്ല. ഇതവർക്ക് നന്നായിട്ട് അറിയാം. പുതിയ കാലത്ത് ആളുകളെ അടിമയാക്കി മാറ്റുന്നതിന് പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒന്നും ആവശ്യമില്ല. NRC, NPR, CAA മതാടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കുന്നു. അതിനുശേഷം പൗരന്മാരോട് നിങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ പറയുന്നു. തെളിയിക്കാൻ വേണ്ടി ആളുകൾ ട്രൈബ്യൂണലുകളിൽ ഓടി നടക്കുന്നു. 1400 കോടി രൂപ ചെലവാക്കി ആസാമിൽ 200 ട്രൈബ്യൂണൽ നടന്നു. 14 ലക്ഷം പേർ പുറത്തു നിൽക്കുക. നുഴഞ്ഞു കയറി വന്ന ചിതലുകളാണ്, മുസ്ലിങ്ങളാണ്, ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി രാജ്യത്തെ നശിപ്പിക്കാൻ വന്നവരാണ് എന്ന് ആസാമിൽ പ്രചരിപ്പിച്ച ആളുകൾ ലിസ്റ്റ് വന്നപ്പോൾ ഞെട്ടി. ഒരു മുസ്ലിമിന് 2 ഹിന്ദു ഈ ലിസ്റ്റിനകത്ത് പെട്ടുപോയി. ആ 12 ലക്ഷത്തോളം ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ ഇവർ തട്ടിക്കൂട്ടി അപ്പം ചുട്ടെടുക്കുന്ന പോലെ പാർലമെന്റിൽ ചർച്ചയില്ലാതെ ഒരു നിയമം ഉണ്ടാക്കി. അതാണ് CAA. ഈ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ജയിലിലടക്കാമെന്ന് വിചാരിച്ചല്ല. എങ്ങനെയാണ് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകളെ കൈപ്പിടിയിലൊതുക്കി കൺട്രോൾ ചെയ്യുന്നത് എന്ന് നരേന്ദ്രമോദി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.